ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മൾ ഇന്നോട്ടൊരു കുറച്ച് സ്ട്രാറ്റജീസ് പറയുന്നത് ഞാൻ യൂസ് ചെയ്യുന്ന കുറച്ച് സ്ട്രാറ്റജീസ്. ഇത് എല്ലാവരും ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ടൊക്കെ യൂസ് ചെയ്യാവുള്ളൂ. ഓക്കെ, ഇപ്പം എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂല് ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ പറയുകയാണെങ്കിൽ എന്താണ് ഇത് 100% ശരിയാവണം, ശരിയല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇത് ഓൾമോസ്റ്റ് വർക്കിംഗ് ആണ് എന്ന് ഞാൻ പറഞ്ഞു. അതായത് ഇപ്പൊ പറയുകയാണെങ്കിൽ സ്ട്രാറ്റജി ഇപ്പൊ എങ്ങനെയാണെന്ന് വെച്ചാൽ എഫ് ഇ ജി എന്തായിരിക്കണം എന്ന് പറഞ്ഞിരിക്കണം. ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറഞ്ഞ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ അതായത് ഈ ഒരു ക്യാൻഡിൽ കേട്ടോ, ഈ ക്യാൻഡിൽ, ഈ വലിയ ക്യാൻഡിൽ, ഈ ക്യാൻഡിലിനകത്ത് കണ്ടോ ഇവിടെ നമ്മൾ ഈ മൂന്ന് ക്യാൻഡിൽ കൺസിഡർ ചെയ്യുക. ഒന്ന് ഈ ക്യാൻഡിൽ, പിന്നെ ഈ ക്യാൻഡിൽ, പിന്നെ ഈ ക്യാൻഡിൽ. ഈ മൂന്ന് ക്യാൻഡിലും ഇടയ്ക്ക് വരുന്ന ഒരു ക്യാൻഡിലാണ് ഇത്. ഇതിൽ ലോങ് ബോഡി, ലോങ് വിക്ക് ഒക്കെ ഉണ്ടാവാറുണ്ട്. ഓക്കെ, അപ്പം ഇതിൽ നമ്മൾ ഫെയർ വാല്യൂ ഗ്യാപ്പ് എങ്ങനെ ഐഡന്റിഫൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ റെക്ടാങ്കിൾ ട്യൂബ് എടുത്ത് വരയ്ക്കുമ്പോൾ ഈ ക്യാൻഡിലിന്റെ ഇടയിൽ ഇവിടെ തൊട്ട് ഇവിടെ വരെ, അതായത് ഈ ക്യാൻഡിലിന്റെ താഴെയുള്ള ഭാഗം. ഓക്കെ, ഇതാണ് ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഈ ഗ്യാപ്പിൽ കുറെ ഓർഡേഴ്സ് കിടപ്പുണ്ട്. കുറെ ഓർഡേഴ്സ് എന്ന് പറഞ്ഞാൽ കുറെ ഇഷ്ടം പോലെ കിടപ്പുണ്ട്, ഫുൾഫിൽ ചെയ്യാത്ത ഓർഡേഴ്സ്. ഇതിന്റെ ഞാൻ ക്രിപ്റ്റോയിലാണ് ഈ കാണിക്കുന്നത് കേട്ടോ. അപ്പം ഇത് പല മാർക്കറ്റിലും വർക്കിംഗ് ആണ്. ഓക്കെ, അങ്ങനെയാണ് ഒരു എഫ് ഇ ജി എന്ന് പറയുന്ന സാധനം കണ്ടുപിടിക്കുന്നത്. ഇതേപോലെ നമ്മൾ ഇവിടെ ഒരു എഫ് ഇ ജി ഉണ്ട്, കാണിച്ചു തരാം. ഇവിടെ ഒരു എഫ് ഇ ജി ഉണ്ട്. ഇങ്ങനെ കാണാൻ പറ്റും. ചെറിയ സ്ക്രീനായിട്ട് സാധനം ഇങ്ങനെ നീക്കി പോയി നല്ല വരയ്ക്കാണ് കേട്ടോ. ഈ ഒരു എഫ് ഇ ജിയിൽ ഇത് റെസ്പെക്ട് ചെയ്തിട്ടാണ് ഇത് പോയേക്കുന്നത്. എപ്പോഴും എഫ് ഇ ജി വർക്ക് ചെയ്യണമെന്നില്ല. ഓക്കെ, എപ്പോഴും എഫ് ഇ ജി വർക്ക് ചെയ്യണമെന്നില്ല. ചില സെനാരിയോസിലൊക്കെ വർക്ക് ചെയ്യും. ഞാനിപ്പോൾ പറഞ്ഞു തരാൻ പോകുന്ന സ്ട്രാറ്റജിയിൽ എഫ് ഇ ജി ബേസിലാണ് ട്രേഡ് എടുക്കുന്നത്. അതിപ്പം എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പം ഇതൊരു സപ്ലൈ സോൺ ആണ്, ഇവിടെ ഒരു ഡിമാൻഡ് സോണും ഉണ്ട്. ഇവിടെയാണ് ഇവിടെയാണ് ഡിമാൻഡ് സോൺ, ഇവിടെ ഒരു എഫ് ഇ ജി ഉണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ സ്ട്രാറ്റജിയിലോട്ട് കടക്കാം. നമ്മൾ വലിച്ചു നീട്ടുന്നില്ല, നമ്മൾ ആദ്യം ഡെയിലി ടൈം ഫ്രെയിമിൽ പോവാം. അപ്പം ഡെയിലി ടൈം ഫ്രെയിമിൽ പോകുമ്പോൾ നമ്മൾ പ്രീവിയസ് ക്യാൻഡിൽ എടുക്കണം. പ്രീവിയസ് ക്യാൻഡിൽ എന്ന് പറയുമ്പോൾ ഇതാണ് പ്രീവിയസ് ക്യാൻഡിൽ, ഇത് ഇന്നത്തെ ക്യാൻഡിലാണ്. ഓക്കെ, 26 അല്ലെങ്കിൽ 25. ഈ പ്രീവിയസ് ക്യാൻഡിലിന്റെ നമ്മൾ രണ്ട് സ്ഥലങ്ങൾ മാർക്ക് ചെയ്യണം. ഇവിടെ നൈറ്റ് ഇതിന്റെ ഹൈ, ഈ ക്യാൻഡിലിന്റെ വിക്ക് അല്ല, ഇതിന്റെ ബോഡി ക്ലോസിന്റെ ഹൈ എടുക്കുക. ഓക്കെ, പിന്നെ ഈ ക്യാൻഡിലിന്റെ ലോയും മാർക്ക് ചെയ്യുക, ഇവിടെ ആയിട്ടാണ്. ഓക്കെ, ഇത് രണ്ടും നമ്മൾ മാർക്ക് ചെയ്തു. എന്നിട്ട് നമ്മൾ ഷോർട്ടർ ടൈം ഫ്രെയിമിൽ പോവാം. പ്രിഫർലി ഞാൻ പറയുന്നത് 50 മിനിറ്റ്സിൽ പോകാനാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പൊ 50 മിനിറ്റ്സിൽ പോകുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഗ്യാപ്പ് ഏരിയ കിട്ടും. ഇതിലായിരിക്കും ഇന്നത്തെ ട്രേഡ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ട്രേഡിനകത്ത് ഫോക്കസ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇവിടെയാണ് തുടങ്ങി, ഇങ്ങനെയാണ് വന്നത്. ഓക്കെ, ഇപ്പം ഇതിന് താഴോട്ടുള്ള ഒരു കൺഫർമേഷനിൽ നമുക്കൊരു ഡൗൺ ട്രെൻഡ് ട്രേഡ് പ്ലാൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇവിടുന്ന് പ്ലാൻ ചെയ്താൽ ഉറപ്പായിട്ടും ഇത് ഇവിടം വരെ കിട്ടും. ഈ ഒരു ലെവൽ വരെ, അതായത് ഈ മാർക്കറ്റ് ലെവൽ വരെ വെച്ചാൽ മതി. ഇത്ര ഒരു പോയിന്റ്സ് നമുക്ക് കിട്ടും. എത്ര കേട്ടോ, ഇത്ര പോയിന്റ്സ് നമുക്ക് കിട്ടും. ഓക്കെ, സെയിം തന്നെ തിരിച്ചുണ്ട്, തിരിച്ച് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പം ഒരു ഡൗൺ ട്രെൻഡ് ആണ്, ഡൗൺ സൈഡ് ട്രേഡ് ആണെങ്കിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നെങ്കിൽ 25 എവിടെ തുടങ്ങി, ഇവിടെ തുടങ്ങി, ഇവിടെയാണ് അവസാനിച്ചത്. പക്ഷെ നമുക്ക് അവിടെ എന്താ പറയാ, ഇവിടെ നമുക്ക് പറഞ്ഞു സാരി. ഓക്കെ, ഇപ്പൊ 26 ട്രേഡാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇത്രയും ഭാഗം നമുക്ക് കൺസിഡർ ചെയ്യാൻ ഒക്കത്തില്ല. പക്ഷെ അങ്ങനെ അത് കൺസിഡർ ചെയ്യാൻ പറ്റിയ വേറെ സ്ഥലമുണ്ട്. അതായത് നമ്മൾ ഒരു ലോങ് പ്ലേസ് ചെയ്യാൻ പറ്റിയൊരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഈ നമ്മൾ മാർക്ക് ചെയ്തിട്ടേക്കുന്ന ലൈൻ, ഈ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഡെയിലി ടൈം ഫ്രെയിമിൽ പോയി എടുത്തതാണ്. അപ്പൊ അതിന്റെ താഴത്തെ എഫ് ഇ ജി മാർക്ക് ചെയ്യാം. ഇതിന്റെ താഴെ ഈ ഒരു എഫ് ഇ ജി ഉള്ളൂ, പിന്നെ താഴെ അങ്ങ് താഴെ വലുതായിരിക്കും. ഓക്കെ, അതിന്റെ താഴെയുള്ള ഒരു എഫ് ഇ ജി ആണ് ഇത്.
ഓക്കെ, ഇതിന്റെ ഇവിടെ നിന്നൊരു ട്രേഡ് പ്ലാൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇവിടെ നിന്നൊരു ട്രേഡ് പ്ലാൻ ചെയ്താൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് എപ്പോഴും എന്താണ് ഇതിന് താഴെ ഇവിടെ വെച്ച് തരാം. ഈ താഴെ അടിച്ചു പോയി കഴിഞ്ഞാൽ ക്യാപിറ്റൽ വാഷ് ഔട്ട് ആവരുത്, അവിടെ വെച്ചാൽ മതി. ഓക്കെ, ഇവിടുന്ന് പ്ലാൻ ചെയ്ത് ഇവിടെ വരെ നമുക്ക് പ്ലാൻ ചെയ്യാവുന്നതാണ് ഒരു ട്രേഡ്. ഓക്കെ, ഈ ഒരു ട്രേഡ് ഇങ്ങനെ പ്ലാൻ ചെയ്യും. ഇപ്പൊ ഞാനിപ്പോ ഇവിടുന്ന് എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ, ഞാൻ എടുത്തിട്ടില്ല, ജസ്റ്റ് പറയാൻ വേണ്ടി, ഞാൻ ഇന്ന് ട്രേഡ് ഒന്നും എടുത്തിട്ടില്ല. ഓക്കെ, ഇവിടുന്ന് ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു, നമുക്ക് ഇത്ര കിട്ടും. ഇത് ഇവിടെ അല്ല, ഇവിടം വരെ വരും. ഓക്കെ, കാരണം ഇത് ഇവിടുന്ന് മേടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു FEG എടുക്കാന്നുള്ള ഒരു പ്ലാനിൽ എന്തായാലും വരും, ഉറപ്പാണ്. ഓക്കെ, അങ്ങനെ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കുള്ളൊരു ഗുണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു വലിയ FEG ഉണ്ട്. ഇവിടെ തൊട്ട് ഇതൊരു ഈ മേളത്തെ സംഭവം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ലിക്വിഡിറ്റി ഏരിയ, ഒരു സപ്ലൈ സോൺ എന്നൊക്കെ നമുക്ക് കണക്ക് കൂട്ടാം. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഇത്ര ഓർഡേഴ്സ് എടുക്കണമല്ലോ, ഇത്ര ഓർഡേഴ്സ് എടുക്കുമ്പോൾ നമുക്കൊരു ലോങ് പോസ്റ്റ് ഇവിടുന്ന് വെക്കാൻ പറ്റും. ഇവിടുന്ന് എടുത്താൽ മതി. ഇവിടുന്ന് ഇത്ര ഒരു ഇവിടെ ഇച്ചിരി കയറ്റി വെച്ചു. ഇവിടെ FEGയും അതേപോലെ തന്നെ എന്താണ് ലിക്വിഡിറ്റി ഏരിയയും കൂടെ ഇത് ചെയ്ത് വെച്ചിട്ട് എടുക്കാം. അവിടെ നിന്ന് എടുത്താലും നമുക്ക് ഇത്ര ഒരു ഏരിയ കിട്ടും. ഓക്കെ, പക്ഷെ അതിനൊരു കൺഫർമേഷൻ നോക്കിയിട്ട് വേണം എടുക്കാൻ. ഇവിടുന്ന് ഇപ്പൊ ഞാൻ കേട്ടെ ഈ ക്യാനിലൂടെ ക്ലോസ് ചെയ്തിട്ടില്ല, മേ ബി ഇത് താഴോട്ട് പോവാം. ചിലപ്പം എപ്പോഴും FEG അങ്ങനെ ഇത് ചെയ്യണമെന്നില്ല. ഇവിടെ ഒരു ക്യാൻഡിൽ ഇങ്ങനെ ക്ലോസ് ചെയ്ത് വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് എടുക്കാം. ഓക്കെ, ഇവിടുന്ന് എടുത്തതിന് ചെറിയൊരു ലോസിൽ ഇപ്പൊ താഴോട്ട് പോകണ ചെറിയൊരു ലോസ് കിട്ടിക്കഴിഞ്ഞാൽ ഇത്രയും കിട്ടുകയും ചെയ്യും. ഇങ്ങനെ നമുക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാം. അതല്ലെങ്കിൽ നമ്മളൊരു ഷോർട്ട് ട്രേഡ് എടുക്കുന്നെങ്കിൽ ഇതേപോലെ ഇവിടെ നമുക്ക് ചെയ്യാനും പറ്റും. അപ്പം ഇതാണ് ഒരു സ്ട്രാറ്റജി. ഓക്കെ, ഇതിന്റെ എൻഡിങ്, ഐ മീൻ ഇത് എങ്ങനെ ഞാൻ ഈ പറഞ്ഞ കാര്യം സക്സസ്ഫുൾ ആവോ ഇല്ലയോ എന്നുള്ള സംഭവം ഇതിന്റെ ബാക്കി റെക്കോർഡ് ചെയ്ത് ഞാൻ ഇതിന്റെ കൂടെ തന്നെ ഇടുന്നതായിരിക്കും. ഇത് ആക്ച്വലി വർക്കിംഗ് ആണ്. ഓക്കെ, ഇതിന്റെ ബാക്കിലോട്ട് കാണാനാണെങ്കിൽ വെയിറ്റ് ചെയ്യാൻ കാണിച്ചാൽ ഇപ്പൊ നമ്മൾ ഈ ക്യാൻഡിൽ എടുത്തത്, ഈ ക്യാൻഡിൽ എടുക്കാന്ന് വെച്ചു, ഈ ക്യാൻഡിൽ എടുക്കാന്ന്, ഇതിന്റെ ഹൈ. ഓക്കെ, ഇതിന്റെ ലോ പക്ഷേ എന്നിട്ട് നമ്മള് ടിവിച്ചിൽ പോവാം. എവിടെയാണ് ബാക്കിൽ എവിടെ കൺഫ്യൂഷൻ ആയില്ലേ? ഒരു സെക്കൻഡ്, ഞാനത് മറ്റേ ഓഫ് ചെയ്യട്ടെ. എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിപ്പോ. ഇത്രയുണ്ടല്ലോ ബാക്കി. അത് രണ്ട് മാത്രമേ ഉള്ളൂ. ഓക്കെ, നമ്മൾ 50 മിനിറ്റ്സിൽ പോയി കഴിഞ്ഞാൽ അത് ഏത് ഡേയിലെ കാറ്റലായിരുന്നു അതോടെ നോക്കട്ടെ. ഇരുപത്തിനാലാം തീയതിയാണ്. ഓക്കെ, നമ്മള് 24-ാം തീയതി പോവാണ്. 24 തൊട്ട് 25 24 നമ്മളിതിപ്പം 24-ാം തീയതിയിലത്തെ ക്യാൻഡിലാണ് നമ്മൾ മാർക്ക് ചെയ്തേക്കുന്നത്. ഓക്കെ, കേട്ടല്ലേ? 24-ാം തീയതി ക്യാൻഡിലാണ് നമ്മൾ മാർക്ക് ചെയ്തേക്കുന്നത്. 25-ാം തീയതിയിലത്തെ ക്യാൻഡിലാണ് നമ്മൾ അത് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പം നമുക്ക് നോക്കേണ്ട ക്യാൻഡിൽ എന്ന് പറയുമ്പോൾ 25-ആണ്. ഓക്കെ, അപ്പം നമ്മൾ 25-ാം തീയതിയിലത്തെ ക്യാൻഡിലാണ് എക്സ്പെക്ട് ചെയ്യേണ്ടത്. 25-ാം തീയതി തൊട്ട് 26-ന് ഇടയ്ക്കാണ് നമ്മളത് എക്സ്പെക്ട് ചെയ്യേണ്ടത്. 25 തൊട്ട് 26-ാം തീയതി. ഓക്കെ,
മനസ്സിലായാലും ഇതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. ഇതിനകത്ത് കണ്ടോ, ഇവിടെ ഒരു ഇതാണ് ആ ഒരു ചെറിയ ക്യാൻറ്റീൻ ഏരിയ. ഇതിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഇതിന് താഴെ ഇവിടെ ഒരു എഫ്ഇജി ഉണ്ടായിരുന്നു. ഓക്കെ, കുറച്ച് ബാക്കിലോട്ടൊക്കെ പോകണം. ഓക്കെ, ഇവിടെ ഒരു എഫ്ഇജി ഉണ്ട്. അല്ല, സോറി, ഇവിടെ ഒരു ഏരിയ ഉണ്ട്. ഈ ഏരിയ കണ്ടോ, ഈ രണ്ട് എഫ്ഇജി ഉണ്ട്. ഉറപ്പായിട്ടും ഇതിൽ വന്ന് കയറി കഴിഞ്ഞാൽ എന്തായാലും ഇത് എടുക്കും. മാർക്കറ്റിന്റെ ഏറ്റവും വലിയ പരിപാടി എന്ന് പറഞ്ഞാൽ എഫ്ഇജി കളക്ട് ചെയ്യുക എന്നുള്ളതാണല്ലോ. അപ്പോൾ എന്തായാലും ഇവിടെ വന്നാൽ ഇവിടെ വരും. ഓക്കെ, ഇവിടെ എന്തായാലും ഇവിടെ വരും. ഇവിടെ വന്ന് നമുക്കറിയാം ഇവിടെ എടുത്തില്ല, കോട്ടൺ വെച്ച്, കാരണം ഇതെടുക്കണമല്ലോ, ഇപ്പൊ ബിഗർ ആണല്ലോ ഇവിടെ. അപ്പൊ നമ്മള് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇത്ര ഒരു സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് എടുത്ത ഇങ്ങനെ എടുത്താലും നമുക്ക് കറക്റ്റ് ഇവിടെ കിട്ടും. ഇവിടെ വെച്ചാലും 2% നമുക്ക് കിട്ടും ഇതിന്റെ, നമ്മൾ ചെയ്തതിന്റെ. ഓക്കെ, നമ്മുടെ ലോസ് എന്ന് പറഞ്ഞാൽ ഏകദേശം 0.90% ആണ്. ഓക്കെ, ഇവിടെ ഇതും നോക്കി, ഇത് കൺസിഡർ ചെയ്യണ്ട, കാരണം ഇത് ചെറിയൊരു എഫ്ഇജി ആണ്. ഇവിടെ ഒരു നല്ല ഗ്യാപ്പ് ഉണ്ട്, നമുക്ക് ഇത്രയും ഗ്യാപ്പ് ഉണ്ട്. ഇവിടെ സ്പ്രീഡ് എന്ന് പറഞ്ഞ സാധനം നടന്നിട്ടേ ഇല്ല. അപ്പം ഈ ഒരു എഫ്ഇജിയിൽ നിന്നിട്ട് ഈ ഒരു ഇതിൽ വന്ന് കയറി. ഓക്കെ, ഇവിടെ കയറി കഴിഞ്ഞാൽ അടുത്തത് നോക്കിയോ, ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഒരു ട്രേഡ് പ്ലാൻ ചെയ്യാം. അവിടെ ആക്ച്വലി ഇവിടെ തൊട്ട് ഇവിടെ വരെ ഒരു വലിയ എഫ്ഇജി കിടപ്പുണ്ട്. ഓക്കെ, വലിയൊരു എഫ്ഇജി കിടപ്പുണ്ട്. ഈ എഫ്ഇജിയിൽ വേണമെങ്കിൽ നമുക്ക് താഴോട്ട് ട്രേഡ് എടുക്കാം. ഓക്കെ, വേണമെങ്കിൽ ഇവിടെ നിന്നൊക്കെ നോക്കിയിരിക്കുന്ന ആൾക്കാർ കാണും. ഓക്കെ, കാരണം ഇത് ഈ ഒരു എഫ്ഇജി ഇത് ചെയ്ത് ഇവിടെ വന്ന് കയറി ഇറങ്ങി പോകുന്നത് നോക്കിയിരിക്കുന്ന ആൾക്കാർ കാണും. അങ്ങനെ എടുക്കുന്നവർക്ക് അങ്ങനെ എടുക്കുക, കാരണം നമ്മുടെ കയ്യിലുള്ള ക്യാപിറ്റലും നമ്മുടെ ഫണ്ടും പോവരുത് എന്ന് നോക്കുന്ന ആൾക്കാരാണ് കൂടുതലും. അപ്പം നമുക്ക് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുന്ന് ഒരു സെല്ല് വേണമെങ്കിൽ ഇവിടുന്ന് ഒരു നല്ല ഇത് കണ്ടാലും നമുക്ക് എടുക്കാം. നല്ല കൺഫർമേഷൻസ് ഒക്കെ, അതായത് ക്യാൻഡിൽ പാറ്റേൺസ് ഒക്കെ നോക്കി എടുക്കുന്നവർക്ക് അത് എടുക്കാം. അതല്ല, നമുക്കിപ്പോൾ എടുത്താലും ചിലപ്പോൾ ഈ ഒരു ഇത്രയും വലിയൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫിൽ ചെയ്യാൻ വേണമെങ്കിൽ മാർക്കറ്റിന് പോകാം. അങ്ങനെ ഒരു മൈൻഡ് ഉള്ള ഒരാൾക്ക് ഇവിടെ എടുക്കാതിരിക്കുക. ഈ ഇത്ര മതി, ഈ 2% കിട്ടിയെങ്കിൽ അത് മതി. അറൗണ്ട് ഒരു 3% അടുപ്പിച്ച് 2.52 എന്നുള്ളൊരു പെർസെൻറ്റേജിൽ നമുക്ക് എടുക്കാൻ പറ്റുന്നെങ്കിൽ അത് മതി. കൂടുതൽ നമ്മൾ എടുക്കാൻ പോകണ്ട, മനസ്സിലായോ? നമുക്ക് ഉള്ളത് കിട്ടുന്നത് മതി, കൂടുതൽ നമ്മൾ എടുക്കാൻ പോകണ്ട. അപ്പം ഇതിങ്ങനെ ബാക്കിലോട്ട് പോകുമ്പോൾ ഇതേപോലെ ഒരുപാട് കാണും. ഓക്കെ, അപ്പം ഇതാണ് ഞാൻ എന്ന് പറഞ്ഞ സ്ട്രാറ്റജി. ഇതേപോലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാം കൂടെ മെസ്റ്റപ്പ് ആവരുത്. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, കീപ് സപ്പോർട്ടിങ് ഗൈസ്. അപ്പോൾ ഇതേ ഇവിടുത്തെ ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. ഓക്കെ, ഇത് പക്ഷെ എന്നാലും ഇവിടെ വരും, ഉറപ്പുള്ള കാര്യമാണ്. അടുത്തത് ഇതിന്റെ ബാക്കി ഞാൻ അടുത്ത ഇതിലിടുന്നതായിരിക്കും, അടുത്ത വീഡിയോയിൽ ഇടുന്നത്, അടുത്ത സ്ട്രാറ്റജി പറഞ്ഞ് നെക്സ്റ്റ് പറയുമ്പോൾ നമ്മൾ ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഹോപ്പ് യു ഗൈസ് എൻജോയ് മൈ വീഡിയോ. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, കൂടുതൽ ആൾക്കാരിലേക്ക് റീച്ച് ഔട്ട് ചെയ്യുക ഇങ്ങനൊരു സ്ട്രാറ്റജി. അപ്പം ലോസിൽ നിൽക്കുന്നവർക്കൊക്കെ പ്രോഫിറ്റബിൾ ആവാൻ പറ്റും എന്ന് പറഞ്ഞുകൊണ്ട് I'm ending this video. See you guys soon. Bye bye.